ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി നിമ്മീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ഞങ്ങളുടെ നാട്ടുവഴിയിലൂടെ ഒന്ന് നടന്നിട്ട് വന്നാലോ? ഞങ്ങളുടെ വീടിന്റെ അവിടെ മുതൽ മെയിൻ റോഡിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത്. ഇപ്പൊ ഈ ഭാഗം കാണുമ്പോൾ മൺവഴിയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ടാറിട്ട റോഡാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോഴേക്കും മേളിൽ നിന്നൊക്കെ മണ്ണൊലിച്ചു വന്ന് വീഴുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മുല്ലയ്ക്കൽ അമ്പലം. ഇവിടുന്നാണ് പത്താമുദയത്തിന്റെ ഒക്കെ കുംഭകോണത്തിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇടാറില്ലേ, അത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ നടക്കുന്ന വഴിക്ക് ഇച്ചു കാണിച്ചു തന്നാണ് ഈ ഒരു ലൈൻ കമ്പി നിറച്ചും കോവലാണ്. കോവയ്ക്ക ഓരോ ഇലയിലും കോവയ്ക്കയാണ്. അത്രയും കോവയ്ക്കുണ്ട്. നിങ്ങൾക്ക് കോവയ്ക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ ഇലയിലും തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കോവയ്ക്കാണ്. നമ്മൾ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ട് പരിപാലിച്ചാലും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ നോക്കി, ഇത് വഴിയിൽ നിന്ന് കയറി വന്നേക്കുന്നതാണ്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഈ ഒരു ഇടവഴിയുടെ അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ബൈപ്പാസ് റോഡിലേക്കാണ്. ഈ റോഡാണ് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ്. റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റുമാനൂരും, ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മണർകാടുമാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇന്ന് സാധാരണ വഴിയൊക്കെ ക്രോസ് ചെയ്യാൻ നമ്മൾ കുറെ നേരം നിൽക്കേണ്ട, ധാരാളം വണ്ടികളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വന്നപ്പോഴേക്കും വണ്ടികളൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മളിങ്ങനെ ഉലാത്തുകയാണ്. ഇവിടെ നമുക്കൊരു ഫ്ലിപ്കാർട്ടിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ പി ആൻഡ് എന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്ലിപ്കാർട്ടിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇനി അവിടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു രണ്ടായിട്ട് വഴി പിരിയുന്നതാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലേക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പറ്റും. ഇനി റൈറ്റ് സൈഡിലേക്ക് കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു മോക്സ് വെഡിങ്ങിന്റെ റെന്റൽ കളക്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് ഇവർ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവരുടെ തന്നെ ഒരു കോഫി ഷോപ്പും ഉണ്ട് ഇവിടെ. അപ്പൊ അതൊന്ന് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അവിടെ കുറെ ലെഹങ്കാസിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറെ എണ്ണമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ നോക്കിയാൽ നമ്മുടെ 4 മണിക്കാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇനി ഇച്ചു പറഞ്ഞു നമുക്ക് 4 മണിക്കാറ്റിലും കൂടെ പോയിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ 4 മണിക്കാറ്റിലേക്ക് പോയി. അവിടെ കുറെ പേരകളുണ്ട്. പേരയ്ക്ക വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട്, പക്ഷെ ഒന്നും മൂത്തിട്ടില്ല. ഒക്കെ ചെറിയ പൊട്ടായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഇതിലെ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. കാരണം ഞാൻ എപ്പോഴും രാവിലെ മോർണിംഗ് വാക്കിന് പോയിക്കൊണ്ടിരുന്നത് ഇതിലെ കൂടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ പോവാറില്ല. ഇതിൽ കുറേ മൾബറി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പോകുന്ന സമയത്ത് അതൊക്കെ പെറുക്കി തിന്നിട്ടാണ് രാവിലെ ഇങ്ങനെ ഇതിലെ കൂടെ നടക്കാറുണ്ടായിരുന്നത്. ഇവിടുത്തെ സീതാഫലൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴുക്കാൻ വേണ്ടി ആരെങ്കിലും വെച്ചേക്കോന്നൊന്നും നമുക്കറിയത്തില്ല. സാധാരണ വൈകുന്നേരം ആകുമ്പോൾ രണ്ട് സൈഡിലും നിറയെ വണ്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ ഒരു വലിയ ചുണ്ടൻ വെള്ളം ഉണ്ട്. ഇച്ചു ആണെങ്കിൽ ആ ചുണ്ടൻ വെള്ളത്തെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പിന്നെ എടുത്തു കൊടുത്തു, കാരണം ഇൻ ഫ്യൂച്ചർ അവൾക്ക് അതൊക്കെ കാണാമല്ലോ. എനിക്കിങ്ങനെ ഇവിടെ വന്നിരിക്കാനായിട്ട് ഇഷ്ടം തോന്നാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നല്ല കാറ്റുണ്ട്. രണ്ട് സ്ഥലത്തും പാടമായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. മറ്റൊന്ന്, നല്ല വണ്ടികളുണ്ട്. ഒരുപാട് തരത്തിലുള്ള വണ്ടികൾ ഇതിലേ പോകും. അപ്പൊ നമുക്ക് അതെല്ലാം കാണാം. എനിക്ക് വണ്ടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറെ നേരം വണ്ടികളെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ഇച്ചുവിനാണെങ്കിൽ ഇവിടെ കളിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്ന സ്ഥലത്താണ്. ഇങ്ങനെ അക്കരയിലേക്ക് നോക്കുമ്പോൾ, അക്കര എന്നാണ് പറയുന്നത്, ഇക്കരെ നിന്ന് അക്കരെ നോക്കൂലേ, അക്കരയിലേക്ക് നോക്കുമ്പോൾ ആ രണ്ട് വീടുകൾക്കിടയ്ക്ക് കാണുന്ന മരങ്ങൾ നിറഞ്ഞ സ്ഥലമില്ലേ, അതാണ് നമ്മുടെ വീടുണ്ടായിരുന്ന സ്ഥലം. ഇപ്പൊ അവിടെ സ്ഥലം മാത്രമേ ഉള്ളൂ, വീടൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞു. ഇച്ചു സാധാരണ ഇവിടെ വരുമ്പോൾ കളിക്കാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരാറുള്ളത്. ഇന്ന് പക്ഷെ നല്ല ഡ്രസ്സ് ഇട്ടത് കൊണ്ട് അവൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. വേണ്ട 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 ഇച്ചു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ സ്ലൈഡിൽ കയറി ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാന പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സിന്റെ മൂഡ് മുഴുവനും ചെളി പിടിക്കും. അതുകൊണ്ട് നല്ല ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല. ഇവിടെ രണ്ടുപേര് നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം നമ്മൾ നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട്, പക്ഷെ ഒന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പൊ ഈ ആഴ്ച തന്നെ ഇച്ചുവിന് ഓണപരീക്ഷകൾ തുടങ്ങും. ഇച്ചു മണർകാട് സെന്റ് മേരീസ് സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. അപ്പൊ 8 നോയമ്പിന്റെ ടൈമിൽ അവർക്ക് അവധിയുള്ളത് കാരണം ഇപ്പൊ അവൾക്ക് ഓണപരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഇവിടുത്തെ കടകൾ പോലും ഒരുപാട് എണ്ണം ക്ലോസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഒന്നും അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 കടകൾ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഒരു പഴയ കുളം ഉണ്ട് കേട്ടോ. കൽപ്പടവുകളൊക്കെ കെട്ടി താഴോട്ട് ഇറങ്ങുന്ന മാതിരി. പക്ഷെ കാണുമ്പോഴത്തേക്കിന് എന്തോ ഒരു ഹൊറർ ഫീൽ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കിന് ഇച്ചുവിന് സ്നാക്സ് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി സ്നാക്സ് കടയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇടവഴിയിൽ നിന്ന് ബൈപ്പാസ് റോഡിലേക്ക് ഇറങ്ങുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പിയേത്തായൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. സ്നാക്സ് കട കണ്ടപ്പം ഇച്ചുവിന്റെ സ്പീഡ് കൂടി. നമ്മളെപ്പോഴും ഈവനിങ്ങിൽ സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്നത് ഈ കടയിൽ നിന്നാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് ഒക്കെയാണ് കിട്ടുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട്. മേരി ദാസൻസ് ബജിക്കട എന്നാണ് പേര്. അപ്പം നമ്മൾ നമ്മുടെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു നാട്ടുവഴിയിലൂടെയുള്ള നടപ്പിന്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.